ഞാൻ ഇന്നലെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ട്രിപ്പ് അടിച്ചുകൊണ്ടിരുന്നപ്പം ഗൈസ് ഒരു അടിപൊളി ഒരു സ്ഥലം എൻ്റെ കണ്ണിൽ പെട്ടു. അങ്ങനെ ആരും എത്തിച്ചെല്ലാത്തൊരു സ്ഥലമാണ്. നമ്മൾ കുറേ ഇടവഴി കൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ ആ ഒരു സ്ഥലം കണ്ടപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. സംഭവം അതൊരു വീടാണ്. അപ്പോൾ അങ്ങോട്ട് ഞാനിപ്പം പോകുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കൊമ്പൻ ദാവൂദിലാണ് ഗൈസ്. വണ്ടി വേറെ ലെവലിലെ ലുക്കിൽ തന്നെ ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പോയത് നമ്മുടെ ഇന്നോവ ക്രിസ്റ്റയിലായിരുന്നു. പക്ഷേ ഇന്നോവ ക്രിസ്റ്റയിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വൈബ് കിട്ടത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ കൊമ്പനയിൽ അങ്ങ് പോകാമെന്ന് വിചാരിച്ചത്. ബസ്സിൻ്റെ ബാക്ക് സൈഡൊക്കെ നോക്കിയ കേസ് വേറെ ലെവൽ രീതിയിലാണ് പണിതൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ കണ്ടോ, പുതിയ ഡിസൈനാണ്. എനിക്ക് നല്ല രീതിയിൽ ഈ ഒരു പുതിയ ഡിസൈൻ ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നമുക്ക് നേരെ അങ്ങോട്ടങ്ങ് പോയേക്കാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണം. കാരണം നമ്മൾ ഓരോ വഴികളും ഗൈസ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ആ വഴികളിലൂടെയൊക്കെ നിങ്ങൾ പോയാലേ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ. ഏതെങ്കിലും ഒരു വഴി തെറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് എത്താനായിട്ട് പറ്റത്തില്ല. ഓക്കെ, നമ്മളിപ്പോൾ എന്താ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നേരെ അങ്ങനെ അങ്ങ് പോവുക. ഈ മാപ്പിൽ തന്നിട്ടുള്ള പോലെ ഞാൻ പറയുന്ന സ്ഥലം വരെ നിങ്ങൾ പോകണം. അതിനുശേഷമാണ് നമുക്ക് വേറെ വഴിയിലൂടെ പോകേണ്ടത്. ഓക്കെ, ഇതൊക്കെ നോക്കുവാണെങ്കിൽ ഇതൊരു ഹൈവേ ആണ്. അപ്പോൾ ഹൈവേ വഴിയാണ് നമ്മൾ പോകുന്നത്. കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പം റൈറ്റ് സൈഡിലൊരു വഴി അതുണ്ട് ഗൈസ്. ഈ ഒരു വഴി കൂടെയാണ് നമ്മൾ കയറി പോകേണ്ടത്. ഇതും മാപ്പിൽ കാണിക്കുന്ന വഴി തന്നെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചുകൂടെ പോകുമ്പോഴാണ് നമുക്ക് വേറെ റോഡ് കയറേണ്ടത്. ഇതുപോലെ ഗൈസ് ഒരുപാട് ഹിഡൻ പ്ലേസസ് ഇതിലുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുത്തിയിരുന്ന് കണ്ടുപിടിക്കണം. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇന്നലെ ഞാൻ വെറുതെ ഒരു ട്രിപ്പ് പോയപ്പം കിട്ടിയൊരു സ്ഥലമാണത്. ഒരു ഐലൻഡിൻ്റെ നടുക്കൊരു വീട് വരത്തില്ല, ആ ഒരു സെറ്റപ്പാണ് എനിക്ക് അവിടെ കാണാനായിട്ട് പറ്റിയത്. പക്ഷേ ഗൈസ് അത് നമുക്കൊരു പെർമനൻറ്റ് വീടാക്കാനായിട്ട് പറ്റത്തില്ല ഈ ഒരു സ്റ്റോറി ലെവലിലൊക്കെ ചെയ്യുമ്പം. കാരണം ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടല്ലോ. അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ അത്രയും ദൂരം പോകേണ്ടി വരും. പക്ഷേ നല്ലൊരു സ്പോട്ടായിരുന്നു. ഓക്കെ, ഇവിടുന്ന് മാപ്പിൽ കാണിക്കുന്ന ലെഫ്റ്റ് പോകാനായിട്ടാണ്. പക്ഷെ നമ്മൾ ലെഫ്റ്റ് പോകാനായിട്ട് പാടില്ല. ഇവിടുന്ന് നേരെ റൈറ്റ് അങ്ങ് പോവുക. റൈറ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ വേറെ ഒരു സ്ഥലത്തേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് ഈ ഒരു റൈറ്റിലോട്ട് പോകുമ്പോഴുള്ള ഒരു സ്ഥലം കാണാനായിട്ട്. ലെഫ്റ്റിലോട്ട് അത്ര വലിയ സുഖമൊന്നുമില്ല കേട്ടോ. ഓക്കെ, നേരെ ഒരു വഴി കാണിക്കുന്നുണ്ട്, സൈഡിലോട്ട് ഒരു വഴി കാണിക്കുന്നുണ്ട്. നമ്മൾ സൈഡിലത്തെ വഴി കൂടാണ് കേട്ടോ പോകേണ്ടത്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ബോട്ടുകളൊക്കെ കിടക്കുന്ന കാണാനായിട്ട് പറ്റും. ഇതെന്ത് ബോട്ടിങ്ങോ സംഭവം എന്താണ്ടാന്ന് തോന്നുന്നു. ബോട്ട് കിടന്ന് കുലുങ്ങുന്നുണ്ടോ ഗൈസ്? പക്ക റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ട്. കുറച്ചുകൂടെ നമ്മൾ ഫ്രണ്ടിലേക്ക് പോയി കഴിയുമ്പോൾ ഈ ഒരു റോഡൊക്കെ കഴിയും. പിന്നെ നമ്മൾ ഫുൾ ഓഫ് റോഡിങ് ആണ്. ഈ ഒരു ബസ് ആ ഒരു വഴി പോകുമായിരിക്കുമല്ലേ? പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇന്നോവ ക്രിസ്റ്റയിൽ ഞാൻ പോയപ്പോൾ അത് പക്കായിട്ട് കയറിപ്പോയി. ഇത് പിന്നെ നമുക്ക് ഈ ഒരു ലിപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവാണ്. ഓക്കെ, ഇതുണ്ട് ആ ഒരു പാലം കണ്ടോ? ആ ഒരു പാലം കയറിയാണ് നമ്മളിനി അടുത്തായിട്ട് പോകേണ്ടത്. എനിക്കൊരു പാലം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു വെറൈറ്റി ഒരു ബ്രിഡ്ജാണ്. അങ്ങനെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല ഗൈസ് ഈ ടൈപ്പ് ബ്രിഡ്ജൊക്കെ. എന്തായാലും കൊള്ളാമല്ലേ? ഏതാണ്ട് ചുറ്റും നോക്കുമ്പോൾ എല്ലാം വെള്ളമാണ്. അതുകൊണ്ട് അങ്ങറ്റത്ത് എന്തോ കാണുന്നുണ്ടല്ലോ. നമ്മുടെ ഇപ്പം ലക്ഷ്യം എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു സ്പോട്ടിലേക്ക് പോകുക എന്നുള്ളതാണ്. അതിനുശേഷം ബാക്കി ഇവിടെ എല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാവേ. ഓക്കെ, നമ്മളെന്തായാലും തന്നെ ഇപ്പോൾ ഓഫ് റോഡ് കയറുവാണ്. കയറി ഇത് കുറച്ചുകൂടെ ട്രാവൽ ചെയ്യാനുണ്ട് കേട്ടോ ഈ ഒരു ഓഫ് റോഡ്. ഇതൊരു മല പോലത്തെ ഒരു ഏരിയയിലാണ് വരുന്നത്. അവിടെ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പ്രദേശം മൊത്തം കാണാനായിട്ട് പറ്റും. എന്തായാലും ഞാൻ പെട്ടെന്ന് കേസ് അങ്ങോട്ട് പോകാം. ഞാൻ നേരത്തെ പോയത് കൊണ്ട് എനിക്കങ്ങനെ ഒരു വലിയൊരു ഇത് തോന്നുന്നില്ല. പക്ഷേ ആ ഒരു പോയ സമയമുണ്ടല്ലോ, അതെനിക്ക് പക്ക ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ഈ ഒരു സ്ഥലത്തേക്കൊന്ന് പോയി നോക്കുക. അതൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ഇനി എന്തായാലും അടുത്ത കേസ് ഇതുപോലൊരു ഹിഡൻ പ്ലേസ് നമുക്ക് നോക്കണം. ഏതെങ്കിലുമൊക്കെ ഇടവഴി കൂടെ ഒക്കെ കയറിപ്പോയാൽ മതി, നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണും. നേരത്തെ ഇങ്ങനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ വേൾഡ് എൻഡായി പോകുമായിരുന്നു. ബട്ട് ഇപ്പോൾ ആ ഒരു കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഏതുവഴി വേണമെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഫൈനലി ഗൈസ് നമ്മുടെ ആ ഒരു സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എൻ്റെ മോനെ ഗൈസ്, ഒരു കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നമ്മുടെ കൊമ്പൻ വന്ന് കിടക്കുന്നത്. കൊമ്പനും ആ ഒരു കൊട്ടാരവും ഏതാ വൈബ്. അതുകൊണ്ടാണ് ഞാൻ മെയിൻലി നമ്മുടെ കൊമ്പനും കൊണ്ട് വന്നത്. ഇതൊരു 2 നില വീടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു 3 കാറുകൾ കിടപ്പുണ്ട്. ഒരു വെൽഫെയർ, പിന്നെ വേറെ ഏതോ 2 കാറുകൾ കിടപ്പുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ കൊമ്പനും. ആഹാ, ഇതാണ് ഗൈസ്, ഇതാണ് വൈബ്. ഇത് ഈ മാപ്പ് ലോഡാകുന്ന സ്ഥലത്ത് വല്ല ആയിരുന്നെങ്കിൽ മിക്ക വീഡിയോസ് തുടങ്ങുമ്പോഴും നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങാമായിരുന്നു. ഞാൻ എന്തായാലും നോക്കട്ടെ ഗൈസ്. ഇവിടെ കുറച്ച് ദൂരേ ഉള്ളൂ, കുഴപ്പമില്ലല്ലേ? നമ്മുടെ ഈ ഒരു ഗെയിമിൽ നല്ല ഏതെങ്കിലും ഒരു വീട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കൊരു വീട് ഗൈസ് എന്തായാലും ഇതിൽ ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു വീട്ടിനകത്ത് നമുക്ക് കയറാനൊന്നും പറ്റത്തില്ല, അത് വേറൊരു പ്രശ്നമാണ്. നമ്മുടെ ദാവൂദ് ചേർക്കനെ ഞാൻ നൈസായിട്ടൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. കാരണം ഒരു അടിപൊളി ഫോട്ടോ എടുക്കാനായിട്ടാണ്.
ഈ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ഇത് വേറെ ലെവലാണ്. ഞാൻ എന്തായാലും ഇറങ്ങിച്ചെന്നങ്ങ് ഫോട്ടോ എടുത്തേക്കാം, എന്നാലേ നമുക്കൊരു കറക്റ്റ് ഫ്രെയിം കിട്ടത്തുള്ളൂ. ബസ്സും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു വീടും. ഈ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫ്രെയിമാണ്. ഇതിലും അടിപൊളി വീടുകൾ നമ്മുടെ ഈ ഒരു ഗെയിമിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഒരു എന്താ പറയുക, സ്പോട്ട് പറഞ്ഞാൽ മതി, ആ ഒരു മാപ്പ് പറഞ്ഞാൽ മതി, നമുക്ക് അങ്ങോട്ടങ്ങ് വണ്ടിയും കൊണ്ടങ്ങ് പോയാൽ മതിയല്ലോ. ഞാൻ അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെതിയെ ഇവിടെ നിന്ന് അങ്ങ് നീങ്ങാം. താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ വേറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചെന്ന് നോക്കാം. ഇതുണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നോ, ഇങ്ങോട്ട് കയറി വരാൻ നേരം ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ നിന്ന് നോക്കിക്കഴിയുമ്പോൾ ഈ ഒരു പ്രദേശം മൊത്തം നമുക്ക് കാണാൻ പറ്റുമെന്ന്. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും പെതി അങ്ങോട്ട് ഇറങ്ങിയാലോ. ഞാൻ ബസ്സിനകത്ത് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അങ്ങ് താഴേക്ക് അങ്ങ് പോയേക്കാം. താഴോട്ട് ഫുൾ ഇറക്കമാണ്, അപ്പോൾ പിന്നെ നമുക്ക് കത്തിച്ചങ്ങ് വിട്ടേക്കാവേ. എൻ്റെ മോനെ കേസ്, നമ്മുടെ കൊമ്പൻ ചെറുക്കൻ ഇറങ്ങി വരുന്ന ഒരു ലുക്ക് കണ്ടോ, വേറെ ലെവല്. നിങ്ങൾക്ക് കൊമ്പനിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബസ് ഏതാന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ബസ് എന്ന് പറയുകയാണെങ്കിൽ ദാവൂദാണ്. പണ്ടത്തെ ആ ഒരു ദാവൂദ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. അതൊരു വേറെ ലെവൽ ഫീലായിരുന്നു അല്ലേ. ഞാൻ കൊമ്പൻ്റെ ആദ്യമായിട്ട് നേരിട്ട് കണ്ട ഒരു ബസ്സും കൂടാണ് കൊമ്പൻ ദാവൂദ്. അന്നേരം നമ്മുടെ മനസ്സിന് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഹാപ്പിനെസ് ആണ്. നിങ്ങൾക്ക് അങ്ങനത്തെ ഹാപ്പിനെസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, നമ്മളെന്തായാലും ഓടി ഇതേ താഴോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെങ്ങാണ്ടാണ് മുമ്പേ നമ്മൾ കണ്ട ഒരു വെറൈറ്റി സാധനം വരുന്നത്. അതെന്തോ ഈ ഒരു ബോട്ടൊക്കെ വന്ന് അടുക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങോട്ട് നമ്മുടെ ബസ് എന്തായാലും ഒന്ന് ഇറക്കി നോക്കാം. ഇറക്കാൻ പറ്റുമോ അറിയത്തില്ല, അവിടെ ചെന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ആ ഒരു പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടുന്ന് റൈറ്റിലോട്ട് നമുക്ക് വണ്ടി കയറ്റാൻ പറ്റുമല്ലേ? കുഴപ്പമൊന്നുമില്ല ഗൈസ്, നമുക്ക് അങ്ങോട്ട് കയറ്റാം. ഓക്കെ, ഇതുണ്ട്, അവിടാണ് ആ ഒരു സാധനം വരുന്നത്. ഓക്കെ, വണ്ടി എന്തായാലും ഇവിടെ താന്ന് പോവാതൊക്കെ ഇരിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അങ്ങോട്ട് കേസ് നമ്മുടെ വണ്ടി കയറ്റാൻ പറ്റുമോ? കാറായിരുന്നെങ്കിൽ അങ്ങോട്ട് കയറ്റായിരുന്നല്ലേ, പക്ഷേ ബസ് കയറത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നലത്തെ വീഡിയോയിൽ ഇതുപോലെ നമ്മൾ ഏതോ ഒരു ചെറിയ വഴി കൊണ്ടുപോയിട്ട് അവസാനം മൊത്തം പെട്ട് കിടക്കുമായിരുന്നു. അതുപോലെ ഇത് പെടാതിരുന്നാൽ മതിയായിരുന്നു. ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി നമ്മുടെ ബസ് അങ്ങോട്ട് കയറ്റാനായിട്ട്, പക്ഷെ പറ്റുന്നില്ല. കുഴപ്പമില്ല, ഇനി എന്തായാലും നമുക്ക് നടന്നങ്ങ് പോയേക്കാം കേട്ടോ. എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത പണിയൊക്കെ ചെയ്യുന്നത്? ഓക്കെ, എന്തായാലും നമ്മുടെ ബസ് ഇറക്കനെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തൂടെ അങ്ങ് നടന്ന് പോയേക്കാം. പറ്റുവാണെങ്കിൽ നമുക്ക് വെള്ളത്തിലും കൂടെ ഇറങ്ങിയേക്കാം കേട്ടോ. വെള്ളത്തിൽ എനിക്ക് നീന്തൽ അറിയാവുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമ്മുടെ ഇത് ബോട്ട് വന്നെടുക്കുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ എന്നാണ് എൻ്റെ ഒരു നിഗമനം, അതാണ്. ഓക്കെ, എന്തായാലും ഈ ഒരു സ്ഥലം ഗൈസ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, വേറെ ലെവല്. അൺഎക്സ്പെക്റ്റഡായിട്ട് കിട്ടിയൊരു സ്ഥലമാണ്. അത് ഇത്ര അടിപൊളിയാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നല്ലൊരു പീസ്ഫുൾ ഏരിയ. ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ഒരു ഹെഡ്സെറ്റൊക്കെ വെച്ചൊന്ന് വരണം, വേറെ ലെവലാണ്. നമുക്ക് ബെസ്റ്റ് നമുക്ക് വെള്ളത്തിലൊക്കെ നടക്കാൻ പറ്റുന്നുണ്ട്. ഗൈസ്, എനിക്ക് പ്രത്യേക കഴിവാണ് കേട്ടോ, വെള്ളത്തിൽ കൂടെ നടക്കാനായിട്ടൊക്കെ പറ്റും. എന്തായാലും അടിപൊളിയായിരുന്ന കേസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം കാണാം. ബൈ ഗൈസ്.